ഞാൻ ചോദിച്ചു കേട്ടില്ലേ? നീ ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര മന്ത്രിയോടാണോന്ന്? ചിന്നുനെ കുറിച്ച് നീ എന്തെല്ലാമാണ് അയാളോട് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. നീ എന്തൊക്കെയോ കുഴപ്പങ്ങൾ പ്രതീക്ഷിക്കുന്നതായും ഈ കുടുംബം നാണം കെടാതെ നോക്കണമെന്നും നീ ഇപ്പൊ എന്തിനാ മന്ത്രിയോട് പറഞ്ഞത്? സത്യം പറ, നീ ആ ചിന്നുനെ എന്തെങ്കിലും ചെയ്തോ? ഞാനോ? ഞാൻ അവളെ എന്ത് ചെയ്യാനാ? അവളുടെ നാടകം കാണാൻ പോയതാ ഞാൻ. അവള് നന്നായിട്ട് അഭിനയിച്ചു. എന്റെ കൈകൊണ്ടാ സമ്മാനവും കൊടുത്തത്. എന്തായിരുന്നു ആ സമ്മാനം എന്നാണ് എനിക്ക് അറിയേണ്ടത്. മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വാർന്നു വീഴാൻ മാത്രം നീ അവൾക്ക് എന്താണ് നൽകിയത്? സത്യം പറയടി. ഞാൻ നിങ്ങളുടെ ഭാര്യ. എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. ഒരു കൊലപാതകിയായി എന്നെ ചിത്രീകരിക്കുക എന്നാണോ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് നിന്നെ വ്യക്തമായിട്ട് അറിയാനമ്മേ. നീ കൊലപാതകം ചെയ്യോ ഇല്ലോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജ്യൂസിൽ നിനക്ക് വിഷം കലർത്തി തന്നത് ചിന്നു ആണോന്ന് നിനക്കൊരു സംശയമുണ്ട്. അതിന്റെ പേരിൽ നീ എന്തെങ്കിലും അവിവേകം ചെയ്തോന്നാ എനിക്ക് അറിയേണ്ടത്. ഇങ്ങനൊന്നും എന്നോട് പറയരുത്. ആ സംഭവത്തിന് ശേഷം ഒരു കടുത്ത വാക്കുപോലും ഞാൻ ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തമ്മിൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പിന്നെ അവളെ ദ്രോഹിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. 10,000-ോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജിൽ വെച്ച് ഞാൻ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇനി ഞാൻ അങ്ങനെ ചെയ്താൽ അവിടുത്തെ സ്റ്റുഡൻസ് എന്നെ വെറുതെ വിടുമെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോ നീ മന്ത്രിയോട് സഹായം ചോദിച്ച് ഇപ്പൊ സംസാരിച്ചതോ? നമ്മുടെ മകന് വേണ്ടിയാ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്.